ശ്രീ ആർ.എസ്. ശശികുമാർ ഗവർണർ പറഞ്ഞ കാര്യം താങ്കൾ ശ്രദ്ധിച്ചു കേട്ടുവല്ലോ. എന്തായാലും ഇന്ന് കാലിക്കറ്റ് സർവകലാശാല കണ്ടത് ഗവർണർ അടുത്തിടെ നടത്തിയ നോമിനേഷനുകൾ സെനറ്റിലേക്ക് 18 അംഗങ്ങളുടെ കാലിക്കറ്റ് സർവകലാശാലയിൽ നടത്തിയ നോമിനേഷനുകളിൽ 9 പേർ സംഘപരിവാർ അനുകൂലികളാണെന്ന് SFI ആരോപിക്കുകയാണ്. അതിനാൽ അവരെ കയറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർവകലാശാലയിൽ ഇന്ന് വലിയ പ്രതിഷേധമാണ് നടന്നത്. അവരെ കയറ്റുകയും ചെയ്തില്ല. അപ്പോൾ ഗവർണർ നടത്തുന്നതാണോ തെറ്റായ നടപടികൾ? കാവ്യവൽക്കരണം നടത്തുകയാണോ? ഈ 9 പേർ യഥാർത്ഥത്തിൽ സംഘപരിവാർ അനുകൂലികളും BJP നൽകിയ ലിസ്റ്റ് അനുസരിച്ച് ഗവർണർ നിയമനം നടത്തിയവരുമാണോ? അല്ല, ഞാൻ ഈ കാവ്യവൽക്കരണം എന്ന് പറയുമ്പോൾ സംഘപരിവാറിനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഒരു നിരോധിക്കപ്പെട്ട സംഘടനയല്ല. BJPയും കോൺഗ്രസും CPM-ഉം പോലെയുള്ള ഒരു സംഘടന തന്നെയാണല്ലോ BJPയും. ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയാണ്. എനിക്ക് അക്കാര്യത്തിൽ നോ പ്രയത്നമില്ല. പക്ഷേ കാവ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ കാവ്യവൽക്കരണവും പാടില്ല, ചുവപ്പുവൽക്കരണവും പാടില്ല, ത്രിവർണ പതാകയും പാടില്ല നോമിനേഷനിൽ. അത് ത്രിവർണവും പാടില്ല, ഒരിക്കലും പാടില്ല. കാരണം സർവകലാശാലകളുടെ നിയമനങ്ങൾ അത് അക്കാഡമിക് കൗൺസിലാകട്ടെ, സെനറ്റ് ആകട്ടെ, സിൻഡിക്കാകട്ടെ, എന്തിനേറെ പറയുന്നു വൈസ് ചാൻസലർ ഉൾപ്പെടെ പ്യുവർ മെരിറ്റ് ആണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖല വളരെ ഉച്ചസ്ഥയിലായിരുന്നു. മുൻപ് അങ്ങനെ ആയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ മുഴുവനും ചുവപ്പുവൽക്കരിച്ചിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് UDF ഭരിക്കുന്ന കാലത്ത് പോലും ഞാനിവിടെ മനസ്സിലാക്കുന്നത് UDF CPM-ന് അപ്രമാദിത്തമായൊരു സ്ഥാനം നമ്മുടെ സർവകലാശാലകളുണ്ട്. ഇന്നെന്തായി? പൂർണ്ണമായും കാവ്യവൽക്കരിക്കപ്പെട്ടു, ചുവപ്പുവൽക്കരിക്കപ്പെട്ടു. അങ്ങനെ ചുവപ്പുവൽക്കരിച്ച് പാർട്ടിയിലെ ഒരു പോഷക സംഘടന പോലെ സർവകലാശാലകളെ ആക്കി മാറ്റിയത് CPM-ആണ്. പറയാതിരിക്കാനൊക്കത്തില്ല. കാരണം സർവകലാശാല നടക്കുന്ന എന്താ? പാർട്ടി തീരുമാനം. പാർട്ടി എന്ന് പറഞ്ഞ മുൻകാലങ്ങളിൽ വൈസ് ചാൻസലർമാർ ഇൻഡിപെൻഡന്റ് ആയിരുന്നു. അതുകൊണ്ട് കുറേയൊക്കെ ബാലൻസ്ഡ് ആയിരുന്നു. അവിടെയുള്ള മറ്റ് സർവീസ് സംഘടനകളും അധ്യാപക സംഘടനകളുമായിട്ട് യോജിച്ച് ഒരു സമവായത്തിലെത്തുമായിരുന്നു. ഇപ്പൊ സമവായമില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കാലിക്കറ്റാണ്. ഞാൻ ഇന്ന് കാലിക്കറ്റ് കുറിച്ച് തന്നെ പ്രത്യേകിച്ച് പറയാം. കാരണം കാലിക്കറ്റിൽ ഞാൻ ഷോക്കറായി പോയി. കഴിഞ്ഞ 10-12 വർഷമായിട്ട് 2012 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന പ്രസ്സിലെ കുറെ ജീവനക്കാരെ ഒരു ദിവസം പിരിച്ചുവിടാൻ തീരുമാനിക്കുന്നു. കാരണം ചോദിച്ചപ്പോൾ പറയുന്നത് അവിടെ 100ഓളം പേരെ പുറത്തു നിന്ന് അസിസ്റ്റന്റുമാരെ എടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഇവർ മുൻകൈ എടുത്താണ് ആ ഉത്തരവ് സ്റ്റേ ചെയ്തത്. അപ്പോൾ ആ 100 പേരെ പിൻവാതിലൂടെ എടുക്കാൻ സമ്മതിച്ചാൽ നിങ്ങളെ പിരിച്ചുവിടാതിരിക്കാം. എന്തൊരു ദാഷ്ട്യമാണ് ഇപ്പോൾ നമ്മുടെ ഈ ചർച്ചയ്ക്ക് വിഷയമായിരിക്കുന്നത്. ഇപ്പോൾ കാവ്യോ മെറിറ്റോ, ഏതാണ് കാവ്യാണോ മെറിറ്റാണോ ഗവർണർ മാനദണ്ഡമാക്കുന്നത് എന്നതിൽ ഈ ചർച്ചയ്ക്ക് വിഷയമായിരിക്കുന്നത് 2 സംഭവങ്ങളാണ്. ഒന്ന്, താങ്കൾ പറഞ്ഞ പോലെ കാലിക്കറ്റ് സർവകലാശാലയിലെ 18 സെനറ്റ് അംഗങ്ങളുടെ നിയമനം. 2, കേരള സർവകലാശാലയിലെ 17 സെനറ്റ് അംഗങ്ങളുടെ നിയമനം. എന്റെ 2 ലിസ്റ്റും ഇരിപ്പുണ്ട്. അതിൽ ഈ കാലിക്കറ്റ് സർവകലാശാലയിലെ ഈ ഗവർണർ അപ്പോയിന്റ് ചെയ്ത 18 പേർ അല്ലേ? ഗവർണർക്കാണല്ലോ അവിടെ, ഗവർണർക്കെന്ന് പറയാൻ പറ്റില്ലല്ലോ, ചാൻസലർ എന്ന രീതിയിൽ ഗവർണർക്കുള്ള വിവേചനാധികാരം ഉപയോഗിച്ച് അദ്ദേഹം നടത്തിയിരിക്കുന്ന ഈ 18 അംഗങ്ങളുടെ നിയമനം, അതിൽ അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരമാണോ ഈ 18 പേരെയും നിയമിച്ചിരിക്കുന്നത്? ഇവിടെ ഇടതുപക്ഷം ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ കോൺഗ്രസുകാരെയും UDF-കാരെയും എടുത്തിട്ടുണ്ട്, അവർ ആ സ്ഥാനം വേണ്ടെന്ന് വെക്കുമോ എന്ന്. അപ്പോൾ എവിടെയാണ്, ഏത് പട്ടികയാണ് തള്ളിക്കളഞ്ഞുകൊണ്ട് ഗവർണർ ഈ പട്ടിക, ഇങ്ങനെ ഒരു പട്ടിക പ്രകാരം നിയമനം നടത്തിയിരിക്കുന്നത്? ഇത് തുടങ്ങിയത് കഴിഞ്ഞ തവണയാണ്. ജസ്റ്റിസ് സദാശിവം ചാൻസലർ ആയിരിക്കുമ്പോൾ, ഇവിടെ ഗവർണർ ആയിരിക്കുമ്പോൾ കേരള സർവകലാശാലയിൽ CPM അല്ലെങ്കിൽ ഗവൺമെന്റ് കൊടുത്ത ലിസ്റ്റിൽ നിന്ന് മാറ്റിക്കൊണ്ട് 2-3 പേരെ ഇവിടെ നിയമിച്ചു. അത് BJP-കാരായിരുന്നു, RSS-കാർ എന്നാ പറയുന്നത്. അവരെ നിയമിച്ചപ്പോൾ ഈ CPM-നോ ഗവൺമെന്റിനോ യാതൊരു തർക്കമില്ല. ഞങ്ങൾ നോക്കിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് കണ്ടു, ശരിയാണ്, ഗവർണർ നിയമിച്ചതാണ്, അത് നിയമിക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. അന്ന് അതിനെ ചിന്തയോട് ചേർത്തില്ല. ഗവർണർക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന ലിസ്റ്റ് അല്ലെങ്കിൽ വൈസ് ചാൻസലർ കൊടുക്കുന്ന ലിസ്റ്റിൽ മാത്രമേ നിയമിക്കാവുള്ളൂ എന്ന് അന്ന് അഭിപ്രായം വന്നില്ല. അന്ന് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ഗവർണർ തന്നെ ഇന്നിരിക്കുന്ന കാലിക്കറ്റുള്ള VC ഉൾപ്പെടെയുള്ളവരെ നിയമിച്ചത് ഗവൺമെന്റ് കൊടുത്ത പാനൽ, ഗവൺമെന്റിന്റെ താല്പര്യമനുസരിച്ചാണ് നിയമിച്ചത്. CPM-കാരനാണ് അദ്ദേഹം. CPM അപ്പൊ ഗവർണർ നടത്തുന്ന ചില നിയമനങ്ങൾ കൊള്ളാം, ചിലത് കൊള്ളില്ല എന്ന് പറയുന്നത് ഒന്നാമത്തെ തെറ്റ്. 2, ഇപ്പോൾ ഗവർണർ നിയമിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കൂടുതലും സംഘപരിവാർ BJP കൊടുത്ത ലിസ്റ്റിലുള്ളവരാണ്. ഗവർണർക്ക്, ശരിയാണ്, ഗവർണർക്ക് വിവേചനാധികാരമുണ്ട്, ഇത് ചാൻസലറുടെ അധികാരമാണ്. പക്ഷേ മന്ത്രി ഒരു ലിസ്റ്റ് കൊടുത്തു, ഈ പറഞ്ഞ മന്ത്രി ഒരു ലിസ്റ്റ് കൊടുത്തു, അതേപോലെ തന്നെ ഈ സംഘപരിവാർ എന്ന് പറഞ്ഞ BJP-കാർ ഒരു ലിസ്റ്റ് കൊടുത്തു, അതേ BJP-കാരുടെ ലിസ്റ്റിലുള്ളവരെടുത്തു.
ഈ എടുത്തവരൊക്കെ മെറിറ്റുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ സ്വാഗതം ചെയ്യണം. അതിനകത്ത് കാവിയെന്നോ ചുവപ്പൊന്നോ നോക്കാൻ പാടില്ല. ചുവപ്പിന് മിടുക്കന്മാരുണ്ട്. ഇപ്പൊ തന്നെ കാലിക്കറ്റ് സർവകലാശാലയില് ഞാനിന്ന് മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹം നമ്മുടെ പുത്തേരി ബാലൻ പുത്തേരി അന്ധനായ പത്മശ്രീ കിട്ടിയ ഒരാളാണ്. അദ്ദേഹത്തെ ഓതറായിട്ട് എടുത്താൽ തീർച്ചയായിട്ടും അതിന് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പക്ഷെ അദ്ദേഹത്തെ ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ കയറാൻ അനുവദിച്ചില്ല. കാലിക്കറ്റ് സർവകലാശാലയിൽ അദ്ദേഹത്തെ കയറാൻ SFI അനുവദിച്ചിട്ടില്ല. അതാണ് മഞ്ജുഷേ ആ ഭാഗമാണ് തെറ്റ്. മഞ്ജുഷേ ഗവർണർ എടുത്ത നിലപാടിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പൊന്നുമില്ല. കാരണം അതിനകത്ത് വളരെ മന്ത്രി കൊടുത്ത ലിസ്റ്റ് മുഴുവൻ കുറെ അധ്യാപകർ KSTA-യിലെയും അവരുടെ CPM സംഘടനയിലെയും അതുപോലെ തന്നെ കൈരളി ചാനലിലെയും ഒക്കെ ആളുകളുടെ പേര് കൊടുത്തു. തിരിച്ച് മറ്റൊരു ജന്മഭൂമി ഉൾപ്പെടെയുള്ള പേര് കൊടുത്തു. അപ്പോൾ ഗവർണർ മന്ത്രി കൊടുത്ത ലിസ്റ്റ് എടുത്താൽ മന്ത്രിക്ക് ലിസ്റ്റ് കൊടുക്കാൻ എന്താ അധികാരം? അതായത് ഇപ്പൊ കാലിക്കറ്റ് സർവകലാശാലയിൽ ജേർണലിസ്റ്റ് എന്ന രീതിയിൽ അല്ലെ കാലിക്കറ്റ് സർവകലാശാലയിൽ അല്ലെ കാലിക്കറ്റ് സർവകലാശാലയിൽ 18 പേരിൽ ജേർണലിസ്റ്റ് എന്ന വിഭാഗത്തിൽ നിന്ന് ഗവർണർ നിയമിച്ചിരിക്കുന്നത് അനുരാജ് AK എന്നുള്ള ആളെയാണ്, ഡയറക്ടർ ഓഫ് മഹാത്മാഗാന്ധി കോളേജ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. പക്ഷെ അവിടെ കൊടുത്തിരുന്നത് കൈരളി ചാനലിലെ PV കുട്ടന്റെ പേരായിരുന്നു അല്ലെ, അത് ഗവർണർ തള്ളിക്കളഞ്ഞു. അതുപോലെ തന്നെ കേരള സർവകലാശാലയിലും ഇതേ കാറ്റഗറിയിൽ കൊടുത്ത പേര് തള്ളിക്കളഞ്ഞു ഗവർണർ. അപ്പൊ കുട്ടന്റെ പേര് തള്ളിക്കളഞ്ഞു. ഇവിടെ ചന്ദ്രശേഖരന്റെയും ദേശാമല പരമേശ്വരന്റെ പേര് കൊടുത്തു, തള്ളി. പക്ഷെ ഞാൻ പറയുന്നത് ഗവർണർ കൊടുത്ത ലിസ്റ്റ് മാറ്റിയിട്ട് CPM മന്ത്രി കൊടുത്ത ലിസ്റ്റ് കൊടുത്താൽ ഒരു കാലിലെ മന്ത്രി എടുത്ത് മറ്റൊരു കാലിലെ മന്ത്രി വെച്ചെന്നേ ഉള്ളൂ. രണ്ടും തെറ്റാ. ക്വാളിറ്റി ഉള്ളവർ CPM-ലാവട്ടെ, കാവിയിലാവട്ടെ, തുറവണ്ണത്തിലാവട്ടെ, രാഘവരെ വരട്ടെ, അങ്ങനെ പ്രഗത്ഭരായ ആൾക്കാരെ നിയമിച്ചിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ വേറൊരു കാര്യം, ഇത്രയും ഇനി ഇവര് കാലിക്കറ്റ് സർവകലാശാല നിയമനത്തിനെതിരെ കോടതിയിൽ പോയല്ലോ, കോടതി അംഗീകാരം കൊടുത്തില്ലല്ലോ, കോടതി സ്റ്റേ കൊടുത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്നിട്ട് അവര് സിൻഡിക്കേറ്റ് സെന്റ് ജോർജിൽ പങ്കെടുക്കാൻ വരുമ്പോൾ അവരെ തടഞ്ഞ തെറ്റ് ഗുണ്ടായിസമാണ്. പാസ് വാങ്ങുന്ന തെറ്റാണ്. നിയമിച്ചവരെയാണ് നിങ്ങൾ